ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് മീ ജയശങ്കർ. എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ട്രിവാൻഡ്രം എയറോഡ് അണ്ടറിലും കാലിക്കറ്റ് എയറോഡ് അണ്ടറിലും ഒരുപാട് കുട്ടികൾ ഇപ്പോൾ എക്സാം എഴുതിയതിന് ശെഷം റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവർക്കുള്ള സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഒട്ടാകെയുള്ള എയറോസിൻ്റെ എല്ലാം റിസൾട്ടുകൾ ഓരോ ZRO വൈസ് അവർ പബ്ലിഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ 2 എയറോസിൻ്റെയും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ഇപ്പോൾ അവർ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രം എയറുടെയും കാലിക്കറ്റ് എയറുടെയും റിസൾട്ടുകൾ ഇപ്പോൾ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ റാലി ഡേറ്റും ഇപ്പോൾ വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രം എയറുടെയും കാലിക്കറ്റ് എയറുടെയും റാലി ഡേറ്റ് എന്നാണെന്നും ഒക്കെയുള്ള ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്നും അതിൻ്റെ ഡീറ്റെയിൽസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഈ ഒരു ഇപ്പോൾ CA എക്സാം കഴിഞ്ഞിട്ടുള്ള ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസും അതുപോലെ തന്നെ അടുത്ത ബാച്ചിലേക്ക് വേണ്ടി റിട്ടൺ എക്സാമിൻ്റെ ക്ലാസ്സസും നമ്മുടെ ശൗര്യ ഡിഫൻസ് അക്കാഡമിയിൽ നൽകുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ആവശ്യമായുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സും കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻസ് രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ റിസൾട്ടിൻ്റെ ഓപ്ഷൻ നമുക്ക് നോക്കാം. ഇതിൽ നിങ്ങൾക്ക് CE റിസൾട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതിലിപ്പോൾ ടോപ്പിലായിട്ട് തന്നെ ZRO ബാംഗ്ലൂർ രണ്ടിലും എയറോ ട്രിവാൻഡ്രത്തിൻ്റെ റിസൾട്ടും വന്നിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് താഴോട്ടേക്ക് വരുമ്പോഴത്തേക്കും എയറോ കാലിക്കറ്റിൻ്റെ റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു PDF എടുക്കാൻ സാധിക്കും. ആ PDF നിങ്ങളുടെ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു എക്സാം എഴുതിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുക. അതിലൂടെ നിങ്ങളുടെ റിസൾട്ട് ഉറപ്പുവരുത്തുക. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ. ഇപ്പോൾ ഒരു ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ അവരിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളുടെ ഈ ഒരു എന്നത്തേക്കാണ് ഈ ഒരു റാലികൾ നടക്കുക, ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും നടത്താൻ പോകുന്നതിനുള്ള ഒരു ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ ഇതിൽ ചേഞ്ച് ആവാമെന്നൊരു പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ട് ടെൻറ്റേറ്റീവ് റാലി പ്ലാൻ എന്ന് പറഞ്ഞ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെന്താണ് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു PDF ആയിരിക്കും കിട്ടുക. ഇതിൽ നിങ്ങൾക്ക് ZRO RTG സോൺ ബാംഗ്ലൂർ അങ്ങനെ എല്ലാ ZROസിൻ്റെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് നമ്മുടെ ZRO ബാംഗ്ലൂരിൻ്റെ നമുക്ക് നോക്കാം. ZRO ബാംഗ്ലൂരിൻ്റെ അണ്ടറിലാണ് നമ്മുടെ കാലിക്കറ്റ് എയറും ട്രിവാൻഡ്രം എയറും വരുന്നത്. അപ്പോൾ അതിൽ ആദ്യം ഞാൻ മുൻപ് തന്നെ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഞാൻ കാലിക്കറ്റ് എയറോട് അപ്ഡേറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു റാലി നടക്കാൻ പോകുന്ന എവിടെ വെച്ചിട്ടാണ് എന്നും അതുപോലെ തന്നെ അവിടെ കളക്ടറേറ്റിൽ മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഞാൻ 2-3 ആഴ്ചകൾക്ക് മുൻപ് തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വീഡിയോ കാണാൻ സാധിക്കും. അപ്പോൾ കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റുകളാണ് നമ്മുടെ ചാനലിലൂടെ നൽകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അവിടെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വയനാട് വെച്ചിട്ടാണ് റാലി നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് ഏതാണെന്നൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാലിക്കറ്റ് എയറുടെ വെന്യൂ പറഞ്ഞിരിക്കുന്നത് കൽപ്പറ്റ വയനാടാണ്. ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജൂലൈ 18 മുതൽ ജൂലൈ 25, 2024 വരെയാണ് ഈ ഒരു റാലി നടക്കാൻ പോകുന്നത്. അതായത് ജൂലൈ 18 തൊട്ട് 25 വരെയാണ് റാലി നടക്കാൻ പോകുന്നത്. കാലിക്കറ്റ് എയറോഡ് അണ്ടറിൽ വരുന്നത് കാലിക്കറ്റ്, കാസർഗോഡ്, പാലക്കാട്, മലപ്പുറം, വയനാട്, തൃശ്ശൂർ, കണ്ണൂർ ഈ ഡിസ്ട്രിക്റ്റുകൾ വരുന്ന എല്ലാവരും കാലിക്കറ്റ് എയറോഡ് അണ്ടറിൽ വരുന്നവരാണ്. അതുകൊണ്ട് അറിയാത്തവരാണെങ്കിൽ അത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ കാലിക്കറ്റ്, കൽപ്പറ്റ, വയനാടിൻ്റെ യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപിനും അവിടെ വെച്ചിട്ട് തന്നെയാണ് ആ ഒരു ഡേറ്റ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ട്രിവാൻഡ്രം എയറോടെയാണ് നമുക്കറിയാവുന്നത്. ട്രിവാൻഡ്രം എയറുടെ നവംബർ 6 മുതൽ നവംബർ 15 വരെയാണ് ട്രിവാൻഡ്രം എയറോടെ റാലി നടക്കാൻ പോകുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം എയറോക്കാർക്ക് കുറച്ചുകൂടി ടൈം കിട്ടിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് ഡിലേ എടുത്ത് അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ് നമ്മൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ആ സമയത്ത് നിങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിങ്ങളത് വണ്ടത്തരമായിരിക്കും. കാരണം കഴിഞ്ഞ റാലിയിൽ അറ്റൻഡ് ചെയ്തവർക്ക് നന്നായിട്ട് അറിയാം ഫിസിക്കൽ ടെസ്റ്റ് നമ്മൾ പൊതുവേ ഒരുപാട് കോമ്പറ്റീഷൻ ഇല്ലെന്ന് നിങ്ങൾ കരുതരുത്. നോർമലായിട്ട് മുൻകാലങ്ങളിൽ നടന്ന പോലെ തന്നെ സെയിം കോമ്പറ്റീഷൻ ഇപ്പോൾ ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് രണ്ടാമതാണ് ആക്കിയെങ്കിൽ പോലും ആ ഒരു കോമ്പറ്റീഷൻ അതിൽ വരുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ ടെസ്റ്റും അതുപോലെ തന്നെ ടഫായിട്ട് തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ നടത്തണം. മെഡിക്കൽ ടെസ്റ്റുമായി സംബന്ധിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മുടെ അക്കാഡമി കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നവംബർ 6 മുതൽ നവംബർ 15 വരെയാണ് എല്ലാ ഇതിലും വരുന്നവർക്ക്. ഈ ട്രിവാൻഡ്രം എയറോഡ് അണ്ടറിൽ വരുന്ന എല്ലാവർക്കും ആ ഒരു ഡേറ്റ് പറഞ്ഞു. ട്രിവാൻഡ്രത്താണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വെന്യൂ ഡേറ്റ് ഇനി വരുന്ന ദിവസങ്ങളിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് മൊത്തത്തിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറെടുപ്പുകൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇനി ഒരു കാരണവശാലും താമസിക്കരുത്. താമസിക്കും തോറും നിങ്ങൾക്ക് കിട്ടിയൊരു ചാൻസാണ് നിങ്ങൾ കളയുന്നത്. അതൊരു കാരണവശാലും നിങ്ങൾ കളയരുത്. നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നേരുന്നു. എല്ലാവരും
കഴിയുന്നതും മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോസ് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പലരും ഈ റിസൾട്ട് വന്ന കാര്യം അറിയാൻ സാധ്യതയില്ല. അവരിലേക്കെല്ലാം നിങ്ങൾ ഈ ഒരു വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെ ദിസ് ഈസ് മീ ജയശങ്കർ സൈനിങ് ഓഫ്.